ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആട്ടോ. നമുക്ക് റെസിപ്പി നോക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് റോസ് സ്മെല്ല് പോയി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പച്ചമണം പോകുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് റോസ്മെല്ലൊക്കെ പോയി വരുന്ന സമയത്ത് 1 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് കൂടി ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, പുളി കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ചൂട് മാറിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അതുപോലെ ബീഫ് വേവാൻ എനിക്ക് 3 വിസിലാണ് ആവശ്യം വന്നത്. ഓരോ ബീഫ് അനുസരിച്ചും അത് വ്യത്യാസം വരും. കുക്കറിൽ വേവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് അടുപ്പത്ത് സ്ലോ കുക്ക് ചെയ്തിട്ടും എടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.